ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി വന്നാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില 3 ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകെല്ലാം നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ ഇതിൽ ബീഫും അതുപോലെ തന്നെ കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഇപ്പം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബീഫ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുത്താൽ നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം മാക്സിമം ബീഫ് മസാലയെല്ലാം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സാധാ ഉപ്പും മഞ്ഞൾപ്പൊടി പെപ്പർ പൗഡർ ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കൈ വെച്ചിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് ചൂടെല്ലാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് ബീഫ് കട്ട്ലേറ്റാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സാധാ വേണമെങ്കിൽ സാധാ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതേപോലെ ലൂസ് പരുവത്തിൽ ഒരു മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതാ വേറെ 2 ടേബിൾ സ്പൂണ് മൈദ വേറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സേമിയാണ് കേട്ടോ. തിന്നായിട്ടുള്ള സേമിയാണ്, റോസ്റ്റഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സേമിയക്ക് പകരം വേറെ എന്തെങ്കിലും കോൺഫ്ലെക്സോ ബ്രെഡ് ക്രംസോ റസ്ക് പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇത് ഉണ്ടായതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് തന്നെ വെറ്റില്ലേ നമ്മുടെ മൈദ, അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള മൈദ കുറച്ചൊന്ന് കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മൈദ, ഉപ്പ്, പെപ്പറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സേമിയയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം മൊത്തത്തിൽ ഇത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കണ്ട, അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലുള്ള ഇൻഗ്രീഡിയൻസെല്ലാം മൊത്തം വെന്തിട്ടുള്ളതാണ്. പുറത്തുള്ള ഒരു സേമിയ മാത്രമാണല്ലോ ഇതിന് കുക്കായിട്ട് വരാനില്ല. അതുകൊണ്ട് ജസ്റ്റ് തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല എല്ലാ സൈഡും ഒരേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മൊത്തത്തിൽ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിതാ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതേ ഉള്ളൂ, ഓപ്ഷണലാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഇഫ്താറിന് എന്തായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല അടിപൊളിയാണ്, മാത്രമല്ല ഉണ്ടാക്കാനും സിമ്പിളാണ്. ഇതെന്ന് വെച്ചാൽ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ഈ ഇഫ്താറിന് എന്തായാലും റെഡിയാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ, സീ യു.